നമ്മളിപ്പോൾ പല ചാനൽ ചർച്ചകളിലും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് കാണുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ശരിക്കും അടിമയെപ്പോലെയാണ് സ്ത്രീകൾ കണ്ടിരുന്നത്. സ്ത്രീകളെ വളരാൻ അനുവദിക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ നല്ല ജോലികളെ ചെയ്യാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പലരും ഇതുപോലെയുള്ള ആക്ടിവിസ്റ്റുകൾ പലരും മുന്നിട്ടിറങ്ങി തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് പ്രാബല്യത്തിലാക്കിയത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. സ്ത്രീകളുടെ ശാക്തീകരണം, സ്ത്രീകളുടെ ഉന്നമനം എന്നൊക്കെയുള്ള രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അനുകൂലമായിട്ട് കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് പല സ്ത്രീകളും ഇത് ദുരുപയോഗം ചെയ്യാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ആത്മഹത്യ കണ്ടു. കാരണം ഒരു സ്ത്രീ വിചാരിക്കുകയാണ് ഞാനൊരാളെ കുരുക്കിലാക്കാം അല്ലെങ്കിൽ പ്രശ്നത്തിലാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമം നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന, അതല്ലെങ്കിൽ ഒരു റേപ്പ് അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീക്ക് ശരിക്കും അവർക്കെതിരായി പോകും, സമൂഹം അവർക്കെതിരായി പോകും. അപ്പം പലരും ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ ശരിക്കും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സമൂഹം സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇക്വാലിറ്റി അല്ലേ വേണ്ടത്, ജെൻഡർ ഇക്വാലിറ്റി. ഇപ്പോൾ ശരിക്കും ജെൻഡറിൻ്റെ പോലും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഹ്യൂമനായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഫീമെയിലിനോ മെയിലിനോ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യം പോലും ഇല്ല ഇന്നത്തെ കാലത്ത്. നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് കൊടുത്ത് കാണുക, മനുഷ്യത്വത്തോടെ പെരുമാറുക. ഇപ്പം നമ്മൾക്ക് റോഡിലൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പം, നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ചിലപ്പോൾ അവിടെ കൂടുതലും പുരുഷന്മാരായിരിക്കും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ സ്ത്രീകൾ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല എന്നെ സ്ത്രീ മാത്രമേ വന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾക്കും പുരുഷൻ്റേതായ പോലെയുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഒരു മനുഷ്യനെ പോലെ നമ്മൾ കാണുക, എല്ലാവരെയും റെസ്പെക്റ്റോടുകൂടി ജീവിക്കാം. എന്ത് ചെയ്യണം മാഡം? 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്ത്? ഒരു സെക്കൻഡ്, രാഹുലിന്റെ മറുപടി. 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനുണ്ട്. അതുകൊണ്ട് അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ രാഹുൽ ഈശ്വർ, ഞാൻ രാഹുൽ ഈശ്വറിനോട്